അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 വ്യാഴാഴ്ച. VD സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ. ഇന്നുച്ചയ്ക്ക് ഡൽഹിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകനായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 11 ദിവസത്തെ അനിശ്ചിതത്വത്തിനും മാരത്തൺ ചർച്ചകൾക്കും ഒടുവിലാണ് പ്രഖ്യാപനം. ജനം വിധിച്ചു, ജനനായകൻ സതീശൻ തന്നെ. UDFന് വേണ്ടി 5 വർഷം പട നയിച്ച നേതാവ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിശക്തമായ ജനവികാരം കണ്ട് അമ്പരന്നു പോയ AICC നേതൃത്വം മറ്റൊരു പേര് പ്രഖ്യാപിക്കാനാകാത്ത വിധം സമ്മർദ്ദത്തിലായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ അവസാന ഘട്ടം വരെയും സജീവ ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖമായി നിന്നതും LDFനെതിരെ ശക്തമായ പ്രചാരണം നയിച്ചതും സതീശനായിരുന്നു. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും സതീശനൊപ്പമായിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെയും ഡൽഹിയിൽ നാടകീയ നീക്കങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നിലുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി 2 മണിക്കൂറിലേറെ കൂടിക്കാഴ്ച നടത്തി. പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു. രാവിലെ 9 ആരംഭിച്ച കൂടിക്കാഴ്ച 11 വരെ നീണ്ടു. തുടർന്ന് രാഹുലും KC വേണുഗോപാലും AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോയി. KCയെ അനുനയിപ്പിക്കാനായിരുന്നു ഈ നീക്കങ്ങളെന്ന് സൂചന. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും UDF നിയമസഭാ കക്ഷി യോഗവും ഇന്ന് തന്നെ. ഇന്ന് വൈകുന്നേരം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകും. AICCയിലെ 4 നേതാക്കൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 4 മണിയോടെ തിരുവനന്തപുരത്തെത്തും. നിരീക്ഷകരായ സൂര്യകാന്ത്, അജയ് മാക്കൻ, ദീപദാസ് മുൻഷി, മുകുൾ വാസ്നിക് എന്നിവരാണ് എത്തുക. ഇവർക്കൊപ്പം KC വേണുഗോപാൽ വരുന്നില്ല. പാർട്ടിയാണ്, ജനങ്ങളാണ് വലുതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്നു. അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് താൻ. സതീശനും സർക്കാരിനും എല്ലാ പിന്തുണയും ഉണ്ടാകും. ഇതുവരെ നടന്ന ചർച്ചകൾ ഇനി അപ്രസക്തമാണ്. നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചാണ് തീരുമാനമെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റി പരിഗണിച്ചില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും നിരന്തരം അവഗണിച്ചുവെന്നും ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചു. ടീം UDFന് നന്ദിയെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വമാണ് ഇതെന്നും മുഖ്യമന്ത്രി പദം ഒരു ദൈവ നിയോഗമായിട്ടാണ് കാണുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. AICCക്കും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശൻ നന്ദി പറഞ്ഞു. KCയും ചെന്നിത്തലയും തനിക്ക് ഏറെ പ്രിയങ്കരനായ നേതാക്കന്മാരാണ്. പൊതുകേരളം കെട്ടിപ്പടുക്കാൻ ടീം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. VD സതീശൻ കേരളത്തെ നയിക്കും. നല്ല നാളെകളിലേക്ക്, നഷ്ടപ്രതാപങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണിത്.
ജനങ്ങൾ ആഗ്രഹിച്ച ഭരണത്തിന് നേതൃത്വം നൽകാൻ അവർ ആഗ്രഹിച്ചയാളെ തന്നെ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രിയാകുന്ന വി.ഡി. സതീശൻ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 6 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1996 പരാജയപ്പെട്ടു. എന്നാൽ 2001 CPIയുടെ പി. രാജുവിനെ 7434 വോട്ടിന് തോൽപ്പിച്ചാണ് സതീശൻ ആദ്യ തവണ നിയമസഭയിൽ എത്തിയത്. പരന്ന വായനയും രചനാ വൈഭവവുമുള്ള അദ്ദേഹം മികച്ച വാഗ്മിയുമാണ്. പാർട്ടിയിൽ ഒരു വികാരമുണ്ടായിരുന്നു. ജനവികാരം മറിച്ചായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ജനവികാരം കാണാതെ പാർട്ടിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ഘടക കക്ഷികളുടെയും വികാരം ഉൾക്കൊണ്ട് സീനിയോറിറ്റിയല്ല, കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടാണ് തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. KC വേണുഗോപാലിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചാരണമുണ്ടായെന്ന് KC വേണുഗോപാൽ പക്ഷം. അതിനു പിന്നിൽ ഒരു കേന്ദ്രം പ്രവർത്തിച്ചെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും KC വേണുഗോപാൽ പക്ഷ നേതാവായ പഴകുളം മധു ആവശ്യപ്പെട്ടു. പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. വകുപ്പിന്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമായ സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജരേഖ ചമച്ച് അവയവ കൈമാറ്റം നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അവയവ കൈമാറ്റത്തിന് ആളുകളെ എത്തിച്ചു നൽകിയ ഇടനിലക്കാരൻ ഡെബിൻ ജോസഫാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതി നജീബിന്റെ ഡയറിയിൽ നിന്നാണ് ഡെബിനിലേക്ക് പോലീസ് എത്തിയത്. നജീബും കൂട്ടുപ്രതികളും നിലവിൽ എറണാകുളം റൂറൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യനില തൃപ്തികരം. കോട്ടൂർ സ്വദേശിയായ 9-കാരനാണ് ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അകമലവാരം സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30-യോടെയായിരുന്നു സംഭവം. BJPയും കാസയും ചേർന്ന് ലീഗിനെ മുൻനിർത്തി ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ച് വർഗീയ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്. ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും താഴെയാട MLA-മാരും SNDPയും NSSും എന്ന് PC ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്നാൽ താൻ ചിന്തിക്കുന്നത് RSSന്റെയും BJPയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് കോൺഗ്രസ് KCയെ ഡൽഹിയിലും VDയെ കേരളത്തിലും നിർത്തിയതെന്നാണ് എന്നും ശിവപ്രസാദ് പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കോഴിക്കോട് പെരുവണ്ണാമൊഴിയിൽ വനത്തിൽ വഴിതെറ്റി കാണാതായ ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥരെയും വനം വകുപ്പ് വാച്ചർമാരെയും കണ്ടെത്തി. കരിങ്കണ്ണി ഭാഗത്തു നിന്നാണ് 7-അംഗ സംഘത്തെ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 7:30-യോടെയാണ് 4 സർവേ ഉദ്യോഗസ്ഥരും 3 വാച്ചർമാരും വനഭൂമി സർവേക്കായി പൂഴിത്തോട് നിന്ന് പുറപ്പെട്ടത്. 3:30-യോടെ വാക്കി ടോക്കിയിലൂടെയുള്ള ആശയവിനിമയം കിട്ടാതെയായി. വഴിതെറ്റിപ്പോയ സംഘം രാത്രി തങ്ങാനുള്ള സ്ഥലത്ത് എത്തിയതുമില്ല. കാട്ടിൽ കുടുങ്ങിയവരെ വനം വകുപ്പ് സ്ക്വാഡാണ് കണ്ടെത്തിയത്. സൗദി അറേബ്യയിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നു. വധശിക്ഷയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കപ്പെട്ട റഹീമിന് കോടതി വിധിച്ച തടവ് ശിക്ഷ മെയ് 3-ാം വാരം അവസാനിക്കും. എന്നാൽ സൗദിയിലെ പെരുന്നാൾ പ്രമാണിച്ച് ഓഫീസുകൾക്ക് അവധിയാണെങ്കിൽ മോചനം നീണ്ടേക്കും. തമിഴ്നാട്ടിൽ AIADMK പിളർന്നു. നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിപ്പ് ലംഘിച്ച് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്ത SP വേലുമണി, CV ഷൺമുഖം എന്നിവരുൾപ്പെടെ 29 നേതാക്കളെ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമി പുറത്താക്കി. പാർട്ടിക്ക് 47 MLA-മാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 18 പേരായി ചുരുങ്ങി. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ അറസ്റ്റിലായ BJP പ്രാദേശിക നേതാക്കളായ ബിവാൽ സഹോദരങ്ങൾ നേരത്തെയും ചോദ്യപേപ്പർ ചോർത്തിയെന്ന സംശയത്തിൽ അന്വേഷണ സംഘം. ഈ കുടുംബത്തിലെ 4 പേർ കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷ പാസായി. ഇതിൽ ദുരൂഹതയുണ്ടോ എന്നാണ് CBIയുടെ സംശയം. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട 717 മദ്യശാലകളിൽ ഏറെയും മധുരയിൽ. ഈ മേഖലയിലെ 281 മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്.
സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ജനസാന്ദ്രതയേറിയ മേഖലകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. തമിഴ്നാട്ടിൽ 21 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് മദ്യം നൽകരുതെന്ന് ടാസ്മാക് സർക്കുലർ. 2003 ചട്ടം കർശനമായി പാലിക്കണം. ആരുടെയെങ്കിലും പ്രായത്തിൽ സംശയം തോന്നിയാൽ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടണം. വീഴ്ച വരുത്തുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സർക്കുലറിലുണ്ട്. യുക്രൈനിലെ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ അതിശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി. സംഭവത്തിൽ 6ഓളം പേർ കൊല്ലപ്പെട്ടതായും കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു. ട്രംപിന്റെ ചൈന സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം ധരിപ്പിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.